ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. COVID-19 എന്ന രോഗത്തിൻ്റെ വ്യാപ്തി നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തേക്ക് പോകാവൂ. മാസ്ക് നിർബന്ധമായും ധരിക്കണം. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് എല്ലാവരും സേഫായിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠഭാഗമാണ്. സോൾജേഴ്സ് ഓഫ് ഡിഫെൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇത് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് സോൾജേഴ്സ് ഓഫ് ഡിഫെൻസ്. ഈ ഒരു ചാപ്റ്റർ തുറന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പിക്ചറാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു പിക്ചറാണ് അല്ലേ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും ഇങ്ങനെ മാസ്ക് ധരിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം എന്താണ്? COVID-19 എന്ന വൈറസ് മൂലമുണ്ടായ കൊറോണ രോഗമാണ് ആണല്ലോ. ഹാവ് യു ഒബ്സർവ്ഡ് ദ പിക്ചർ ഓഫ് പീപ്പിൾ വെയറിംഗ് പ്രൊട്ടക്റ്റീവ് മാസ്ക് ഇൻ പ്ലേസസ് വെർ എപ്പിഡമിക് സ്പ്രെഡ് ഔട്ട്? എന്താണ് എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ? സാംക്രമിക രോഗങ്ങൾ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും അയാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കും പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ എപ്പിഡമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊറോണ രോഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു എപ്പിഡമിക് ആണല്ലേ, സാംക്രമിക രോഗമാണ്. സോ സാംക്രമിക രോഗങ്ങൾ അഥവാ എപ്പിഡമിക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള മാസ്കുകൾ ധരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണത്? വാട്ട് ആർ ദ യൂസസ് ഓഫ് വെയറിംഗ് മാസ്ക് ഇൻ സച്ച് സിറ്റുവേഷൻ? എന്താണ് ഇങ്ങനെയുള്ള മാസ്ക് ധരിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ? ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നമ്മൾ ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് മാസ്ക് ധരിക്കുന്നത്? പബ്ലിക് പ്ലേസസിലാണ് അല്ലേ? അതായത് കൂട്ടം കൂടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായിട്ടുള്ള സ്റ്റോറുകൾ, പലതരം കടകളുണ്ടായിരിക്കാം, റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കാം, ഹോട്ടൽ ഉണ്ടായിരിക്കാം, ബസ് സ്റ്റാൻഡ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പബ്ലിക് പ്ലേസസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാസ്ക് ധരിക്കുന്നത്. സോ നമ്മളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാസ്ക് ധരിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നാണ്. ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജേംസ്. രോഗാണുക്കളുടെ പ്രവേശനം തടയുക. നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കളുടെ പ്രവേശനം, എൻട്രിയെ തടയുക എന്നത് എന്തുകൊണ്ട് സാധ്യമാണ്? മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ അത് സാധ്യമാണ്. സെക്കൻഡ് പോയിന്റ് നമ്മൾ അവിടെ എഴുതി ചേർക്കണം, ഇറ്റ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എപ്പിഡമിക്സ്. അതായത് സാംക്രമിക രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കാനായിട്ട് ഈ ഒരു മാസ്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് ഒരുപാടധികം ആൾക്കാർ ഇങ്ങനെ മാസ്ക് ധരിക്കുകയും സാനിറ്റൈസേഷൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. ക്യാൻ സച്ച് പ്രിക്കോഷൻസ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പത്തോജൻസ് ഇൻ ടു ദ ബോഡി ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്? ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പരിധിവരെ ഇങ്ങനെയുള്ള മാസ്ക് ധരിക്കുന്നതിലൂടെ പെത്തോജൻസ് അഥവാ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ് എന്നിവ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ? Doesn't our body have its own natural defense mechanisms to prevent the entry of pathogens? സോ ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ, ഹാൻഡ് വാഷ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പുറമേ ചെയ്യുന്ന, എക്സ്റ്റേണലി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, നമ്മുടെ ബോഡിക്കുള്ളിൽ തന്നെ, നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഇങ്ങനെയുള്ള രോഗാണുക്കളെ തടയാനുള്ള ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടോ എന്നാണ്. യെസ്, വി ഹാവ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫെൻസീവ് മെക്കാനിസം. അത് ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫെൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് പത്തോജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ബോഡി. എന്താണ് ഡിഫെൻസ് അഥവാ പ്രതിരോധം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിലേക്ക് ഓൾറെഡി എപ്പോഴോ കടന്നു വന്നിട്ടുള്ള രോഗാണുവിനെ കണ്ടെത്തി അവയെ നശിപ്പിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് ഡിഫെൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത്. സോ പെത്തോജൻസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ഇവയാണ് മൈക്രോ ഓർഗാനിസംസ്. പെത്തോജൻസ് എന്ന് പറയുന്നത് എന്താണ്? രോഗം ഉണ്ടാക്കാവുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് പെത്തോജൻസ് എന്ന് പറയുന്നത്. സോ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് ഒരു രോഗാണു, ഒരു പെത്തോജൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് ഡിഫെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ബോഡി ഈസ് വെൽ എക്യുപ്ഡ് വിത്ത് എ വെറൈറ്റി ഓഫ് ഡിഫെൻസ് മെക്കാനിസം. നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള ഡിഫെൻസീവ് മെക്കാനിസംസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ബോഡി കവറിങ്സ്, സെക്രീഷൻസ്, ബോഡി ഫ്ലൂയിഡ്സ് ആർ ദി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫെൻസ് മെക്കാനിസംസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത് ബോഡി കവറിംഗ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബോഡി കവറിംഗ്, അതായത് ശരീര ആവരണം. സെക്രീഷൻസ്, സ്രവങ്ങൾ. ബോഡി ഫ്ലൂയിഡ്, ശരീര ദ്രവങ്ങൾ. ഇവയെല്ലാമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത്. സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആർ ദി ബോഡി കവറിങ്സ് വിച്ച് ഹെൽപ്സ് ഇൻ ഡിഫെൻസീവ് മെക്കാനിസം. ആൻഡ് ദ സെക്രീഷൻസ് ലൈക്ക് മ്യൂക്കസ്, സലൈവ, ടിയേഴ്സ് ആർ ഓൾസോ ഹെൽപ്സ് ഇൻ ഡിഫെൻസീവ് മെക്കാനിസം ഓഫ് അവർ ബോഡി.
ദെൻ ബോഡി ഫ്ലൂയിഡ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് ഏതൊക്കെയാണ്? ബ്ലഡും ലിംഫുമാണ്. സോ ബ്ലഡ് ആൻഡ് ലിംഫ് ആർ ദി ബോഡി ഫ്ലൂയിഡ്സ് വിച്ച് ഈസ് ഹെൽപ്സ് ഇൻ ഡിഫെൻസീവ് മെക്കാനിസം. ആൻഡ് ഫസ്റ്റ് വി ആർ മൂവ് ഓൺ ടു ലേൺ അബൌട്ട് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്. സ്കിൻ ഈസ് ദി പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് സ്കിൻ അഥവാ ത്വക്കാണ്. ഇറ്റ് ഈസ് എ സേഫ്റ്റി ഷീൽഡ് ദാറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. രോഗാണുക്കളുടെ പ്രവേശനത്തെ തടയുന്ന ഒരു രക്ഷാ കവചമായിട്ടാണ് സ്കിൻ അഥവാ ത്വക്ക് ആക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്കിന്നിലെ പല ഭാഗങ്ങളും അവ എങ്ങനെയാണ് ഇങ്ങനെയുള്ള രോഗാണുക്കളെ തടയാനായിട്ട് സഹായിക്കുന്നതെന്നുമാണ്. ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് എ സ്കിൻ. ഇതാണ് ഹെയേഴ്സ്, നമ്മുടെ രോമങ്ങളുണ്ടല്ലോ ത്വക്കിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന, ഇതാണ് ഹെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്കിൻ ഈസ് എപ്പിഡെർമസ്. ദിസ് എപ്പിഡെർമസ് സെക്രീറ്റ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് ജേംസ്. എപ്പിഡെർമസിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? കെരാറ്റിൻ. ഈ കെരാറ്റിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന രോഗാണുക്കളുടെ പ്രവേശനം, എൻട്രി തടയുകയാണ് ചെയ്യുന്നത്. സോ എപ്പിഡെർമസ് എവിടെയാണ് കാണുന്നത്? സ്കിന്നിന് ഏറ്റവും അപ്പർ പോർഷനിൽ കാണപ്പെടുന്ന ഭാഗമാണ് എപ്പിഡെർമസ് എന്ന് പറയുന്നത്. എപ്പിഡെർമസിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. ഈ കെരാറ്റിൻ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് അവർ സ്കിൻ ഈസ് സെബേഷ്യസ് ഗ്ലാൻഡ്. സോ ദിസ് പാർട്ട് ഈസ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്. ദ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് സെബം. ഇറ്റ് ഹെൽപ്സ് ടു മേക്സ് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. സോ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സെബമാണ്. കണ്ടോ, എളുപ്പമുണ്ട് അല്ലേ പഠിക്കാൻ? സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? സെബമാണ്. ഈ സെബത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് മേക്സ് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. നമ്മുടെ സ്കിന്നിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കി മാറ്റുന്നത് സെബമാണ്. സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബമാണ് നമ്മുടെ ത്വക്കിനെ അല്ലെങ്കിൽ സ്കിന്നിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കി മാറ്റുന്നത്. ദാറ്റ് മീൻസ് വാട്ടർ പ്രൂഫ് ആക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫെൻസീവ് മെക്കാനിസം ഓഫ് അവർ സ്കിൻ ഈസ് സ്വെറ്റ് ഗ്ലാൻഡ്. എന്താണ്? സ്വെറ്റ് ഗ്ലാൻഡ്, വിയർപ്പ് ഗ്രന്ഥി എന്ന് പറയും, അഥവാ സ്വേദഗ്രന്ഥി. ദ ഡിസ്ഇൻഫെക്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദി സ്വെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാൻഡ് ഡിസ്ട്രോയ്സ് ദ ജേംസ്. സ്വെറ്റ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? സ്വെറ്റാണ് അല്ലേ? വിയർപ്പ് ഗ്രന്ഥികൾ എന്തുണ്ടാക്കുന്നു? വിയർപ്പ് ഉണ്ടാക്കുന്നുണ്ട്, സ്വെറ്റ് ഉണ്ടാക്കുന്നു. ഈ സ്വെറ്റിൽ എന്തുണ്ട്? ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ട്, അണുനാശിനികളുണ്ട്. ഈ ഡിസ്ഇൻഫെക്റ്റൻസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന ജേംസിനെ നശിപ്പിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So this sweat gland produces sweat, and in this sweat the disinfectants are present and it helps to destroy the germs. So disinfectants, സ്വെറ്റിൽ അടങ്ങിയിട്ടുള്ള, വിയർപ്പിൽ അടങ്ങിയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റൻസ് ആണ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി ഡിഫെൻസീവ് മെക്കാനിസം ഇൻ സ്കിൻ. നമ്മുടെ ത്വക്കിലുള്ള ഡിഫെൻസീവ് മെക്കാനിസത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് മ്യൂക്കസ് മെംബ്രെയിൻ. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് അനദർ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ബോഡി പാർട്സ്. നമ്മുടെ ശരീരത്തെ തന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ഭാഗമാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. പത്തോജൻസ് ട്രാപ്ഡ് ഇൻ ദി മ്യൂക്കസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെംബ്രെയിൻ ഗെറ്റ് ഡിസ്ട്രോയിഡ്. സോ ഈ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. മ്യൂക്കസ് മെംബ്രെയിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? മ്യൂക്കസ്. ഈ മ്യൂക്കസിനകത്ത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന പത്തോജൻസ്, രോഗകാരികൾ ട്രാപ്ഡ് ആവും, എന്നിട്ട് അവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മ്യൂക്കസ് ആണ്. ഈ മ്യൂക്കസിൽ പെട്ട് പത്തോജൻസ് ഡിസ്ട്രോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. ദ ഡിസ്ട്രോയിഡ് ജേംസ് ആർ എക്സ്പെൽഡ് ഔട്ട് ബൈ ദി സീലിയ സെൽസ് ഓഫ് ദി മ്യൂക്കസ് മെംബ്രെയിൻ. സോ നമ്മൾ പറഞ്ഞു മ്യൂക്കസിൽ പെട്ടിട്ടാണ് ഈ പത്തോജൻസ് നശിക്കുന്നതെന്ന്. ഇങ്ങനെ നശിച്ചിട്ടുള്ള ഈ രോഗാണു അഥവാ പത്തോജൻ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? സീലിയ സെൽസ് വഴിയാണ്. ഈ സീലിയ സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? മ്യൂക്കസ് മെംബ്രെയിലാണ്. So destroyed germs are expelled out by the cilia cells of the mucous membrane. മ്യൂക്കസ് മെംബ്രെയിനിൽ കാണപ്പെടുന്ന സീലിയ സെൽസ് വഴിയാണ് ഇങ്ങനെ നശിച്ചു പോയിട്ടുള്ള രോഗാണുക്കൾ പുറത്തേക്ക് പോകുന്നത്. ജേംസ് ഡിസ്ട്രോയ് ആവാൻ കാരണമാരാണ്? മ്യൂക്കസ് മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസുമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് സ്ട്രക്ചർ ഷോസ് ദി മ്യൂക്കസ് മെംബ്രെയിൻ. കണ്ടോ, ഇതൊരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഘടനയാണ്. കവറിങ്സ് ഓഫ് ദി ബോഡി ആക്ട് ആസ് എ ഹാബിറ്ററ്റ് ഫോർ മെനി യൂസ്ഫുൾ ബാക്ടീരിയ. The germs that enter the body need to compete with such useful bacteria for shelter and nutrients. A great number of germs get destroyed in this competition. നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി കവറിങ്സ് ആയിട്ടുള്ള സ്കിന്നിനെയും മ്യൂക്കസ് മെംബ്രെയിനും കുറിച്ച് അല്ലേ? ഈ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനും ധാരാളം യൂസ്ഫുൾ ആയിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്.
നമ്മുടെ സ്കിന്നിൻ്റെ അടുത്തും അതുപോലെ മ്യൂക്കസ് മെമ്പറൈനിലൊക്കെ എന്തുണ്ടെന്നാണ് പറയുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, നമുക്ക് പ്രയോജനകരമായിട്ടുള്ള ബാക്ടീരിയ വസിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു പാത്തോജൻ, ഒരു ജേം കടക്കുകയാണെങ്കിൽ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയോട് ഇവ കോമ്പീറ്റ് ചെയ്യും, മത്സരിക്കും. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഷെൽട്ടർ, വാസസ്ഥലത്തിനും ന്യൂട്രിയൻസ്, പോഷകഘടകങ്ങൾക്കും വേണ്ടിയിട്ട്. എന്നാലല്ലേ ഈ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂടാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് രോഗാണുക്കൾ പ്രവേശിച്ച് അവ പെരുകണമെങ്കിൽ അവയ്ക്ക് എന്ത് വേണം? ഒരു ഷെൽട്ടറും ധാരാളം ന്യൂട്രിയൻസും വേണം. എന്നാൽ എപ്പോഴാണോ ഈ രോഗാണു അല്ലെങ്കിൽ ജേംസ് അഥവാ പാത്തോജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്നത്, അപ്പോൾ നമ്മുടെ സ്കിന്നിലും അതുപോലെ മ്യൂക്കസ് മെംബ്രെയിനിലും ഉള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയോട് ഇവ കോമ്പീറ്റ് ചെയ്യും, മത്സരിക്കും. അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നത് വഴി എ ഗ്രേറ്റ് നമ്പർ ഓഫ് ജേംസ് ഗെറ്റ് ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ധാരാളം ജേംസ് ഈ ഒരു കോമ്പറ്റീഷനിലൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയോട് കോമ്പീറ്റ് ചെയ്യുന്നത് മൂലം ഡിസ്ട്രോയിഡ് ആവുകയാണ് ചെയ്യുന്നത്, നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ബോഡി സെക്രീഷൻസ് ലൈക്ക് സ്വെറ്റ്, മ്യൂക്കസ് എറ്റ്സിട്ര ഡിസ്ട്രോയ് ജേംസ്. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു ബോഡി സെക്രീഷൻസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സ്വെറ്റും മ്യൂക്കസ് ആണ്. അവ എന്ത് ചെയ്യുന്നുണ്ട്? ജേംസിനെ നശിപ്പിക്കുന്നുണ്ട്. ദെൻ വിച്ച് ആർ ദി അതർ സെക്രീഷൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഡിഫെൻഡ് പെത്തോജൻസ്? ഇനി മറ്റ് ഏതെല്ലാം സെക്രീഷൻസ് ആണ് ഇങ്ങനെ പെത്തോജൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നത്, പ്രതിരോധിക്കുന്നത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് ഇയർ വാക്സ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളേജ് എന്ന ആ ഒരു ചാപ്റ്ററിൽ ഇയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഇയർ വാക്സിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇയർ വാക്സസ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ്. മറ്റ് അന്യവസ്തുക്കളും പൊടിപടലങ്ങളും നമ്മുടെ ചെവിക്കകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ആരാണ്? ഇയർ വാക്സ് ആണ്. സോ ഇയർ വാക്സസ് ആക്ട് ആസ് എ ഡിഫെൻസ് മെക്കാനിസം. ദെൻ ലൈസോസൈം ഇൻ ടിയേഴ്സ്. കണ്ണുനീരിലുള്ള ലൈസോസൈം എന്ന ഒരു എൻസൈം ഉണ്ട്. അതും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ, എന്തെങ്കിലും പൊടിപടലങ്ങളോ മറ്റോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിയേഴ്സിലുള്ള ലൈസോസൈമാണ് അവയെല്ലാം മാറ്റി കളയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ജേംസ് നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അതിനെയും തടയുന്നത്, പ്രിവെൻറ്റ് ചെയ്യുന്നത് ലൈസോസൈമാണ്. ദെൻ മ്യൂക്കസ് ഇൻ നോസ്. നമ്മുടെ നോസിലുള്ള മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം ഇസ് ആക്ട് ആസ് ആൻ അനദർ ഡിഫെൻസീവ് മെക്കാനിസം. ദെൻ ലൈസോസൈം ഇൻ സലൈവ. സലൈവയിൽ ലൈസോസൈം ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈസോസൈം എവിടെയുണ്ട്? സലൈവയിലുണ്ട്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദി എൻട്രി ഓഫ് ജേംസ്. ദെൻ മ്യൂക്കസ് ഇൻ ട്രക്കിയ. ട്രക്കിയയിലുള്ള മ്യൂക്കസ്, ശ്വാസനാളത്തിലുള്ള മ്യൂക്കസും ഡിഫെൻസീവ് മെക്കാനിസമാണ്. ദെൻ HCl ഇൻ സ്റ്റൊമക്ക്. എന്താണ് HCl എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മുടെ സ്റ്റൊമക്കിലുള്ള, ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ആക്ട് ആസ് ആൻ അനദർ ഡിഫെൻസീവ് മെക്കാനിസം ഓഫ് അവർ ബോഡി. ആൻഡ് മ്യൂക്കസ് ഇൻ ഇൻഡസ്റ്റൈൻ. നമ്മുടെ ചെറുകുടലിലും എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്. ഇതും ഒരു ഡിഫെൻസീവ് മെക്കാനിസമായി ആക്ട് ചെയ്യുന്നു. And the last and not least, the lysozyme in urine is also act as a defensive mechanism. യൂറിനുള്ള ലൈസോസൈമും ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബോഡി സെക്രീഷൻസ് ആൻഡ് ഇറ്റ്സ് ഡിഫെൻസ് മെക്കാനിസംസ്. താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ലപ്പ് ചെയ്യാം. ഇവിടെ എന്താണ്? പാർട്ട് ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. ദെൻ ഇറ്റ്സ് സെക്രീഷൻസ്. ഇനി അവയുടെ സെക്രീഷൻസ് എന്താണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് തന്നിട്ടുണ്ട് ഇയർ. ഇയറിൻ്റെ സെക്രീഷൻ എന്താണ്? ഇയർ വാക്സ്. ദെൻ ഇവിടെ തന്നിട്ടുള്ള സെക്രീഷനാണ് ലൈസോസൈം ഇൻ സലൈവ. സലൈവയിലുള്ള ലൈസോസൈം. ഒന്നെങ്കിൽ ഇവിടെ സലൈവ എന്ന് എഴുതാം, അല്ലെങ്കിൽ മൗത്ത് എന്ന് എഴുതിയാലും മതി. പാർട്ട് ഓഫ് ദ ബോഡി. നെക്സ്റ്റ് ഐ. ഐയിൽ ഏതാണ്? ലൈസോസൈം അല്ലേ? ലൈസോസൈം ഇൻ ടിയേഴ്സ്. ദെൻ HCl. HCl or hydrochloric acid is an important defense mechanism is present in our stomach. നമ്മുടെ സ്റ്റൊമക്കിലാണ് ഈ HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ടുള്ള സെക്രീഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ നിങ്ങളതൊന്ന് ഫില്ലപ്പ് ചെയ്യണം കേട്ടോ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ബോഡി കവറിങ്സിനെയും ബോഡി സെക്രീഷൻസിനെയും കുറിച്ചാണ്. ഇനി മറ്റൊരു ഡിഫെൻസ് മെക്കാനിസം ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ഡിഫെൻസ്. ബോഡി ഫ്ലൂയിഡ്സ് ലൈക്ക് ബ്ലഡ് ആൻഡ് ലിംഫ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിഫെൻസ് മെക്കാനിസം. ഡിഫെൻസ് മെക്കാനിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതാണ് ബ്ലഡും ലിംഫും. ദേ ആർ ബോഡി ഫ്ലൂയിഡ്സ്. These body fluids follow different defense strategies like controlling the entry of germs into the body, neutralizing germs and the toxic substances they produce, preventing their multiplication, etc. So body fluid ആയിട്ടുള്ള ബ്ലഡും ലിംഫും എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് കൺട്രോളിങ് ദ എൻട്രി ഓഫ് ജേംസ് ഇൻ ടു ദി ബോഡി. നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന രോഗാണുക്കളുടെ പ്രവേശനത്തെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഫങ്ഷൻ. എന്തിൻ്റെയൊക്കെ? ബ്ലഡിൻ്റെയും ലിംഫിൻ്റെയും. സെക്കൻഡ് ഫങ്ഷൻ എന്താണ്? ന്യൂട്രലൈസിങ് ജേംസ് ആൻഡ് ദ ടോക്സിക് സബ്സ്റ്റൻസസ് ദേ പ്രൊഡ്യൂസ്.
ജേംസ് ഇനി അഥവാ നമ്മുടെ ശരീരത്തിനകത്തേക്ക് രോഗാണു പാത്തോജൻ കടക്കുകയാണെങ്കിൽ തന്നെ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് വിഷവസ്തുക്കളെ നിർവീര്യമാക്കാനായിട്ട് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ആയിട്ടുള്ള ബ്ലഡും ലിംഫും സഹായിക്കുന്നുണ്ട്. പ്രിവെന്റിംഗ് ദെയർ മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു പാത്തോജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ പെരുകൽ തടയുന്നതും ബ്ലഡും ലിംഫുമാണ്. So these are the important functions of body fluids like blood and lymph plays. Next is about blood and defense. White blood cells play a significant role in defense. നമുക്കറിയാം ബ്ലഡിലുള്ള 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ? റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ ആൻഡ് പ്ലേറ്റ്ലെറ്റ്. അതിൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൻസ് ആണ്, പ്രതിരോധം, രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉളവാക്കുക എന്നതാണ് WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. There are 5 important white blood cells are present in our blood. ഏതൊക്കെയാണത്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, eosinophil, monocyte, lymphocyte. So these are the important white blood cells and its structures. കണ്ടോ, ഇതാണ് ന്യൂട്രോഫിലിൻ്റെ സ്ട്രക്ചർ, ഇത് ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇങ്ങനെ സ്ട്രക്ചർ ഒന്നും അങ്ങനെ പഠിച്ചു വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇവ ഓരോന്നിൻ്റെയും ഡിഫൻസ് ആക്ഷൻ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഇസ് ന്യൂട്രോഫിൽ. ഇറ്റ് ഹെൽപ്സ് ടു എൻകൾസ് ബാക്ടീരിയ ആൻഡ് സിന്തസൈസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ബാക്ടീരിയ. അതായത് ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്തിട്ടുള്ള ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. എൻഗൾഫ് മീൻസ് എന്താണ്? വിഴുങ്ങുക എന്നാണ്. സോ പാത്തോജൻ ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? ന്യൂട്രോഫിൽ എന്ന വൈറ്റ് ബ്ലഡ് സെല്ലാണ്. അതുമാത്രമല്ല ഇറ്റ് ക്യാൻ ബി സിന്തസൈസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ബാക്ടീരിയ. ഈ ബാക്ടീരിയയെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാക്കുകയും ന്യൂട്രോഫിൽസ് ചെയ്യുന്നുണ്ട്. സോ ന്യൂട്രോഫിൽ ഹെൽപ്സ് ടു എൻകൾസ് ദ ബാക്ടീരിയ ആൻഡ് ഓൾസോ സിന്തസൈസസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ബാക്ടീരിയ. അതായത് ബാക്ടീരിയയെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാക്കുകയും ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യുന്നത് ന്യൂട്രോഫിലാണ്. ആൻഡ് ദ സെക്കൻഡ് വൈറ്റ് ബ്ലഡ് സെൽ ഇസ് ബേസോഫിൽ. എന്താണ് ബേസോഫിലിൻ്റെ ഡിഫൻസ് ആക്ഷൻ? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ്. ഇവിടെ നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബേസോഫിൽ എന്നത് വൈറ്റ് ബ്ലഡ് സെല്ലാണ് അല്ലേ? ഈ ബേസോഫിൽ ചെയ്യുന്നത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്, അത്രയും ചിന്തിച്ചാൽ മതി. ബേസോഫിൽ ചെയ്യുന്നത് എന്താണ്? വളരെ ബേസ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫൻസ് ആക്ഷൻ മറന്നു പോകാതെ മനസ്സിലിരിക്കാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ ഡിഫൻസ് ആക്ഷൻ? സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. മറ്റുള്ള WBC അതായത് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് ഇവയൊക്കെ ഉണ്ടല്ലോ, ഇവയുടെ ആക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക. അതാണ് ബേസോഫിലിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. സോ മറ്റുള്ള WBCയുടെ ഫങ്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നത് ബേസോഫിലിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ ഇറ്റ് ഓൾസോ ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽ. നമുക്കറിയാം ബ്ലഡ് എന്തിലൂടെയാണ് പോകുന്നത്? ബ്ലഡ് വെസലിലൂടെയാണ് അല്ലേ? ഈ ബ്ലഡ് വെസൽ അഥവാ രക്തക്കുഴലുകൾ വികസിപ്പിക്കുക എന്നതും ബേസോഫിലിൻ്റെ ഫംഗ്ഷനാണ്. സോ അതെല്ലാം എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ? സോ ബേസോഫിൽ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അതിലൊന്നെന്ന് പറഞ്ഞത് മറ്റുള്ള WBCയുടെ ഫങ്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ഡയലേറ്റ്സ് ദി ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളെ വികസിപ്പിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഈസിനോഫിൽ. Synthesizes chemicals that destroy foreign bodies. Synthesizes chemicals required for the inflammatory responses. ഇൻഫ്ലമേറ്ററി റെസ്പോൺസസിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇവിടെ ജസ്റ്റ് നിങ്ങൾ അത് കേട്ടാൽ മതി. എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്? അത് ചെയ്യുന്നത് ആരാണ്? ഈസിനോഫിൽ എന്ന WBC ആണ്, വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഈസിനോഫിൽ എന്ന് പറയുന്നത് സിന്തസൈസസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഫോറിൻ ബോഡീസ്, അന്യവസ്തുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാനായിട്ട് ഈസിനോഫിൽ പലതരത്തിലുള്ള കെമിക്കൽസ്, രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാക്കുന്നതിലൂടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, വീങ്ങൽ പ്രതികരണവും ആരുണ്ടാക്കുന്നു? ഈസിനോഫിൽ ഉണ്ടാക്കുന്നു. സോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വീക്കം എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിനകത്ത് വീക്കം ഉണ്ടാവുക, അതായത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാനായിട്ട് ഒരു വീക്കം നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കുക ഈസിനോഫിലിൻ്റെ കർത്തവ്യമാണ്, ഫംഗ്ഷനാണ്. And next WBC is monocyte and its defense action is engulfs and destroy germs. Just ഇത്രേ ഉള്ളൂ. മോണോസൈറ്റ് എന്ത് ചെയ്യും? ജേംസ് വരികയാണെങ്കിൽ അവയെ വിഴുങ്ങും ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. എൻഗൾഫ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, ഡിസ്ട്രോയ് പറഞ്ഞാൽ നശിപ്പിക്കുക. സോ മോണോസൈറ്റിന് മുമ്പിൽ ഏതെങ്കിലും ഒരു ജേം വരികയാണെങ്കിൽ അവയെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് മോണോസൈറ്റ് എന്ന WBC ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് WBC is lymphocyte.
നിങ്ങൾ വളരെയധികം പരിചിതമായിരിക്കും അല്ലേ, ലിംഫോസൈറ്റ് എന്ന ആ ഒരു WBCയോട്. കാരണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ആ ഒരു ചാപ്റ്ററിൽ വൈറസ് ഡിസീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ആ എയ്ഡ്സ് ഉണ്ടാക്കാൻ കാരണം ആരാണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്, HIV ആണ് അല്ലേ. ഈ HIV നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്? ലിംഫോസൈറ്റുകളെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലിംഫോസൈറ്റ് നശിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം തന്നെ, ഡിഫൻസീവ് മെക്കാനിസം തന്നെ തകരാറിലാകുകയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ വരെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അതാണ് എയ്ഡ്സ് എന്ന രോഗത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള അവസ്ഥ. സോ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു WBC ആണ്. Its defense actions identifies and destroys germs specifically. അതാണ് ഇമ്പോർട്ടൻറ്റ്, സ്പെസിഫിക്കലി. ദാറ്റ് മീൻസ് ഒരു രോഗാണു അഥവാ പെത്തോജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരികയാണെങ്കിൽ അവയെ സ്പെസിഫിക് ആയിട്ട് അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ലിംഫോസൈറ്റ് ഉണ്ട്. സപ്പോസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന ഒരു വൈറസ് ആണെന്നിരിക്കട്ടെ. സോ അത് വൈറസ് ആണെന്ന് സ്പെസിഫിക് ആയിട്ട് ആരാ ഐഡൻറ്റിഫൈ ചെയ്യും? ലിംഫോസൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ നശിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ലിംഫോസൈറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി ബ്ലഡ് ആൻഡ് ഡിഫെൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിഫെൻസീവ് മെക്കാനിസത്തെ കുറിച്ചായിരുന്നു. ബോഡി കവറിങ്, സെക്രീഷൻസ്, ബോഡി ഫ്ലൂയിഡ്സ്, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.